ജീവിത പങ്കാളിയോട് കാണിക്കാവുന്ന ഏറ്റവും നികൃഷ്ടമായ പ്രവൃത്തിയാണ് അവിശ്വസ്തത, അവിഹിത ബന്ധം. ഹൃദയം തകർന്ന് ഒരു ഭാര്യ പങ്കുവച്ചൊരു കാര്യം അവർക്കറിയാമെന്ന് ഭർത്താവിനും അറിയാം. ഭർത്താവിന് മറ്റു വ്യക്തികളുമായിട്ട് അവിശുദ്ധ ബന്ധമുണ്ടെന്ന് അവര് വേദനയോടെ സൂചിപ്പിച്ചൊരു കാര്യം. ഒരിക്കൽ ഞാൻ അടുക്കളയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഭർത്താവ് ഞങ്ങളുടെ ബെഡ്റൂമിൽ മറ്റൊരു സ്ത്രീയുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തുന്നു. ഇംഗ്ലീഷുകാരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ നടക്കുന്നത് കുക്കിംഗ്, ബെഡ്റൂമിൽ നടക്കുന്ന ഹുക്കിംഗ്. അത് അവിശ്വസ്തതയാണ് എന്നുള്ള ഒരു കാര്യം ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇത് ഏറ്റവും നികൃഷ്ടമായ ഒരു പ്രവൃത്തിയാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് ചിലരെ സംബന്ധിച്ചിടത്തോളം അവിഹിത ബന്ധം പാപമല്ല. അതിന് കാരണം പറയുന്നത് എൻ്റെ ജീവിത പങ്കാളിക്ക് ഒന്നിനും ഒരു കുറവും വരുത്തുന്നില്ല, അവരുടെ കാര്യങ്ങളെല്ലാം ഞാൻ വേണ്ടതുപോലെ നടത്തുന്നുണ്ട്, അതുകൊണ്ട് ഇത് പാപമല്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തികളെ കാണാൻ സാധിക്കും. വേറൊരു കേസ്, എക്സ്ചേഞ്ചിങ് വൈഫ്, ഭാര്യമാരെ വെച്ച് മാറുന്നത് ഫാഷനായിട്ട് കാണുന്ന വ്യക്തികളെ കാണാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് ഇതിനകത്തൊരു തെറ്റ് അല്ലെങ്കിൽ ഇതൊരു അവിശ്വസ്തതയാണ് എന്നുള്ള ആ ഒരു ചിന്ത പോലും ഉണ്ടാകണമെന്നില്ല. ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് ദമ്പതിമാർ. ഒന്നാമത്തെ കാര്യം, വചനം അവിശ്വസ്തതയെ അപലപിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ്. ദൈവവചനം അപലപിക്കുന്ന ഒരു കാര്യമാണ് അവിശ്വസ്തത. പുറപ്പാട് 20-ാം അധ്യായം 14-ാമത്തെ വചനം പറയുന്നുണ്ട്, വ്യഭിചാരം ചെയ്യരുത്. സുഭാഷിതങ്ങൾ 6:32 വായിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നവന് സുബോധമില്ല. 1 കൊരിന്തോസ് 6:18 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവിൻ. സുഭാഷിതങ്ങൾ 5ഉം 6ഉം അധ്യായങ്ങൾ ദമ്പതിമാരെ പഠിപ്പിക്കുന്ന വലിയൊരു സന്ദേശമുണ്ട്. 5:15 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ കിണറ്റിൽ നിന്ന്, നിന്റെ ഉറവയിൽ നിന്ന് മാത്രമേ നീ വെള്ളം കുടിക്കാവൂ. നിന്റെ ഉറവ മറുനാട്ടിലും ചന്തസ്ഥലത്തും ഒഴുക്കി കളയരുത്. ദാമ്പത്യ ബന്ധവുമായിട്ട്, ദാമ്പത്യ വിശ്വസ്തതയുമായിട്ട് ഇതിനെന്ത് ബന്ധം എന്ന് ചിലർക്ക് തോന്നിയേക്കാം. തുടർന്ന് വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ ഉറവ, അതായത് നിന്റെ യൗവനത്തിലെ ഭാര്യ നിനക്ക് വേണ്ടിയുള്ളതാണ്, മറ്റൊരാൾക്ക് വേണ്ടിയുള്ളതല്ല. നിനക്ക് വേണ്ടിയുള്ളത്. മറ്റൊരുവൻ്റെ ഭാര്യ അവന് വേണ്ടിയുള്ളതാണ്, നിനക്ക് വേണ്ടിയുള്ളതല്ല. നോട്ടത്തിൽ പോലും ഒരു പെശക് വരാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നതാണ് ഈ വചന സന്ദേശം. അടുത്ത അധ്യായം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 27 മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഉടുപ്പ് കത്താതെ ആർക്ക് നെഞ്ചിൽ കനൽ കൊണ്ട് നടക്കാൻ പറ്റും? അതുപോലെ കനലിന് മീതെ കാല് പൊള്ളാതെ ആർക്ക് നടക്കാൻ പറ്റും? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിപ്പിക്കുന്നതിന്, ശ്രദ്ധ ക്ഷണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 2 സംഭവങ്ങൾ അവിടെ ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, അതുപോലെ തന്നെ അന്യൻ്റെ ഭാര്യയെ സ്പർശിക്കുന്നവനും അവളെ പ്രാപിക്കുന്നവനും ശിക്ഷയേൽക്കാതിരിക്കില്ല. പ്രാപിക്കണമെന്നില്ല, സ്പർശിക്കുന്നവന് പോലും ശിക്ഷയേൽക്കാതിരിക്കില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. പറയുന്നുണ്ട്, അവിശ്വസ്തത, വ്യഭിചാരം, തെറ്റായിട്ടുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം വചനം അപലപിക്കുന്നു എന്നുള്ളത് ഈ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. രണ്ടാമതൊരു കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്, അവിഹിത ബന്ധം വിഗ്രഹാരാധന പോലെ നികൃഷ്ടമാണ്. ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, നാഹൂം 1-ാം അധ്യായം 14-ാമത്തെ വചനം, വിഗ്രഹാരാധന നികൃഷ്ട പ്രവൃത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനോട് താരതമ്യപ്പെടുത്തിയാണ് അവിഹിത ബന്ധം, അവിശുദ്ധ ബന്ധം, ഇതെല്ലാം ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. എസെക്കിയേൽ 6ഉം 16ഉം അധ്യായങ്ങൾ വായിക്കുമ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. ഒരു ഭാര്യ സൂചിപ്പിച്ച കാര്യമാണ്, എൻ്റെ ഭർത്താവിന് എന്നോടൊരു താല്പര്യമില്ല, എന്നെ ബെഡ്റൂമിൽ കയറ്റത്തുമില്ല, പക്ഷേ ഇപ്പുറത്തെ മുറി കിടന്നുകൊണ്ട് എനിക്ക് കേൾക്കാം മറ്റ് സ്ത്രീകളുമായിട്ട് ശൃംഗരിച്ച് വർത്താനം പറയുന്നുണ്ട്. മറ്റുള്ളവരോടൊക്കെ താല്പര്യവും, അതുപോലെ കൂട്ടുകാരുടെ കൂടെ പോയി ടൂർ നടത്താനും അങ്ങനെയുള്ള സമയമെല്ലാം ആസ്വദിക്കുന്ന വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, അതെല്ലാം ഒരു അവിശ്വസ്തതയുടെ ഭാഗമാണ്, നികൃഷ്ട പ്രവൃത്തിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് വിശുദ്ധീകരണത്തിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്ന് കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത് അവിശ്വസ്തരായ ദമ്പതിമാരുടെ മാനസാന്തരം. സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിച്ച നല്ല ദൈവമേ, എല്ലാ ദമ്പതിമാരെയും അവരുടെ കുടുംബത്തെയും ഞങ്ങളങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. പുരുഷന് ചേർന്ന ഇണയെ
ഞാൻ നൽകുമെന്ന് അരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും മക്കളെയും ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന എല്ലാ സുഖദുഃഖങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. വിവാഹത്തെ വിരൂപമാക്കുന്ന സ്വാർത്ഥതയും അസൂയയും അശുദ്ധിയും അഹങ്കാരവും വെടിഞ്ഞ് വചനത്തിലും സ്നേഹത്തിലും വേരുപാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനയും പരിത്യാഗവും വിശുദ്ധിയും വിശ്വസ്തതയും ശാന്തിയും സമാധാനവും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മുഖമുദ്രയാക്കണമേ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അതിലൂടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാകാനും അങ്ങയോട് ചേർന്ന് മുപ്പിരിച്ചരടാകാനും എല്ലാ ദമ്പതിമാരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മുടെ ഇന്നത്തെ എല്ലാ അവസ്ഥകളും ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഏറ്റെടുക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഏറ്റെടുത്ത് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ലോകം മുഴുവനെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.